വെൽക്കം ബാക്ക് ടു ഡ്രൈവേ ഡീൽസ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കോഡ സ്ലാവിയ 2023 മോഡലാണ്. അത് നമ്മളെ വണ്ടി യൂസ് ചെയ്യുന്ന മിസ്റ്റർ രാഹുലാണ് നമ്മളെ കൂടെ ഉള്ളത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ പുള്ളിനോട് തന്നെ ചോദിച്ചറിയാണ്. കാരണം ഈ വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക, എന്നിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ താഴെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പുള്ളിക്കാരനോട് തന്നെ ഒന്ന് ചോദിക്കാം. ഓക്കെ, വെൽക്കം. താങ്ക് യു. പിന്നെ ഈ വണ്ടിയുടെ മോഡൽ ഏതാ വരുന്നത്? 2023 മോഡലാണ്. ഓക്കെ, 1.5 ലിറ്റർ 4 സിലിണ്ടർ TSI ആണ്. TSI ആണ്. DSG ഗിയർ ബോക്സ്. DSG ഗിയർ ബോക്സ് 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ്. 2024 ഫസ്റ്റിലാണ് വണ്ടി പർച്ചേസ് ചെയ്തത് അല്ലേ? 2024 ഫസ്റ്റ്. ഇപ്പോൾ കറന്റ് എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി? 21,000 കിലോമീറ്റേഴ്സ് ആണ് ഇപ്പം കറന്റ് ഓടിയത്. 21,000 സംതിങ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓണറാണ്. നിങ്ങൾ തന്നെ ഉപയോഗിച്ച വണ്ടിയാണ്? അതെ അതെ. ഓക്കെ, നിങ്ങളെ അമ്മയ്ക്ക് വേണ്ടി? എൻ്റെ അമ്മയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പം പക്ഷേ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഷീസ് സീനിയർ സിറ്റിസൺ, അപ്പോൾ കുറച്ച് പ്രായം കാരണം ഇപ്പോൾ വണ്ടി പഴയ പോലെ അത്ര മാനേജ് ചെയ്യാൻ പറ്റില്ല. വലിയ വണ്ടിയാണല്ലോ. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇതെന്താ വണ്ടി സെല് ചെയ്യുന്നത്, വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടാണോ വണ്ടി കൊടുക്കുന്നത്? അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് വണ്ടി കൊടുത്തിട്ട് പുതിയ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണോ? അതെ അതെ, ഞാൻ ഇലക്ട്രിക്കിലോട്ട് മാറാനുള്ള പ്ലാനാണ്. സോളാർ വെച്ചിട്ട്. അപ്പോൾ പുള്ളി എന്താ വെച്ചാൽ ഇപ്പോൾ പുള്ളിക്ക് അത്ര കിലോമീറ്റർ ഓട്ടം വരുന്നുള്ളൂ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഇലക്ട്രിക്കിലേക്ക് മാറാന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് വണ്ടി സെല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി കിലോമീറ്റർ ആണ്. കാരണം വെറും 21,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ എടുക്കുന്ന ആളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു പ്രൈസിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിപ്രിസിയേഷൻ വരുന്നുണ്ട് അല്ലേ? അതെ അതെ. പിന്നെ ഇതിൽ പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്ന ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ് അന്ന് ഇറങ്ങിയത്. അന്ന് 1.5 DSG ഒറ്റ വേരിയന്റ് ആണ്, അത് ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ 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 ഓക്കെ. പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും ആക്സിഡൻസോ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടായിട്ടോ. കാരണം നമ്മൾ ഈ ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ഈ പറ്റിക്കപ്പെടും. കാരണം ഈ കിലോമീറ്റർ ബേസിലൊക്കെ ടാമ്പ് ചെയ്തിട്ടൊക്കെ, അതേപോലെ ആക്സിഡൻറ്റുള്ള മറച്ച് വെച്ചിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഒരുപാട് വരാറുണ്ട്. നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടും അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ട്രസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ആ ഒരു രീതിയിൽ കസ്റ്റമർ ടു കസ്റ്റമർ ഡീൽ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ കസ്റ്റമറേയും, അതായത് ബയറേയും കസ്റ്റമറേയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കാന്നുള്ള ഒരു സെഗ്മെന്റ്, ആ ഒരു ഇതിൽ നമ്മൾ ഒരു ജെന്യൂൻ ആയിട്ട് ചെയ്യാവുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. കാരണം ഡ്രൈവേ ഡീൽസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്ഥാപനമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഷോറൂമിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അവിടെ വണ്ടികളുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസിൽ വരാത്ത വണ്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല വണ്ടികളാകുമ്പോൾ നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിച്ചാൽ ഇത് ഡയറക്റ്റ് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാമല്ലോ. ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു ഇത് വന്ന്. ഫുൾ ഷോറൂം സർവീസാണ് ചെയ്തേക്കുന്നത്. നമുക്ക് സർവീസ് ഹിസ്റ്ററി ഉണ്ട്, അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. 2 സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. മേജർ ആക്സിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മൈന്യൂട്ട് എന്തോ ഒരു പെയിന്റിംഗ് വർക്ക് എന്തോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതായത് ഈ ടൗണിൽ കിടന്ന് കാക്കനാട് കിടന്ന് ഓടുന്നതിൻ്റെതായിട്ടുള്ള കോർണർ സ്ക്രാച്ചസ് കുറച്ച് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സർവീസ് ഹിസ്റ്ററി ഞാൻ തരാം. പിന്നെ വണ്ടി വാറണ്ടിയിലാണ്, സർവീസ് പാക്കേജും ഉണ്ട്. അപ്പോൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് സർവീസിന്റെ ഒരു കോസ്റ്റും വരത്തില്ല. പിന്നെ ഇതിലെന്തോ സർവീസ് പാക്കേജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രാഫിൻ കോട്ടിങ് വണ്ടി ഫുൾ ഗ്രാഫിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കാർവാർ അതിന്റെ ഫുൾ ബ്രാൻഡഡ് കൂളിംഗ് ഫിലിം ചെയ്തേക്കുന്നത്. അതിന് വാറണ്ടി ഉണ്ട്. വാറണ്ടി പേപ്പേഴ്സ് ഉൾപ്പെടെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളെ ഇതിൽ ഒരു പെർഫോമൻസ് കാർ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കാന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആളുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു, ബൈ.